ഇപ്പോൾ ആരോപണ വിധേയനായ മുകേഷിന് പിന്തുണയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. അത് ശരി, ഒരു വലിയ സംവിധാനത്തെ തകിടം മറയ്ക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേൾക്കാം. മുകേഷ് MLA-ക്കെതിരെ ഒരു ആരോപണം വന്നിരുന്നു. കോടതി പറയും ഈ ആരോപണം അപ്പം നിങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കുന്നു. സർക്കാർ അത് കോടതിയിൽ കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കയറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. സഹപ്രവർത്തകമാർ പീഡിപ്പിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയോടുള്ള ചോദ്യത്തിനാണ് ആ ചോദ്യം ഇപ്പോൾ എന്നോട് ചോദിക്കണം, ഞാൻ ഇറങ്ങി വന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. പ്രമുഖ താരങ്ങൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് മാധ്യമങ്ങൾ തുടർച്ചയായി ഈ പ്രവർത്തകരോട് ചോദിക്കുന്നത്. ഇന്നലെ വളരെ വ്യക്തമായി പൃഥ്വിരാജ് പറഞ്ഞത് പ്രേക്ഷകർ കേട്ടല്ലോ. ഇന്നിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതും പ്രേക്ഷകർ കേട്ടല്ലോ. പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളുക. സൈഫുന്നീസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുന്നീസ അലിയാർ, നമ്മുടെ മുകേഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നു. അതിലേറ്റവും ഒടുവിൽ നടിയുടെ സുഹൃത്തിൻ്റെ അമ്മയോട് മോശമായി പെരുമാറി മുകേഷ് എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും നമ്മൾ ഈ സിന്ധുവുമായി സംസാരിക്കുമ്പോൾ അവർ ഉറച്ചു തന്നെ നിൽക്കുന്നുവല്ലേ അവരുടെ ആരോപണത്തിൽ? തീർച്ചയായും അരുൺകുമാർ, ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് അവർ എവിടെയും പറയാമെന്നുള്ളതാണ്. പക്ഷേ ഇത് സുഹൃത്ത് പറഞ്ഞ വിവരം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സുഹൃത്തിന്റെ അമ്മയ്ക്കുണ്ടായ അനുഭവം സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്ത് തന്നോട് പങ്കുവച്ച കാര്യം എന്നാണ് സന്ധ്യ നമ്മളോട് പറഞ്ഞത്. ഈ സുഹൃത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ തന്നെയാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം, ഈ മോശം ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായ ശേഷം ഇവർ ഈ സിനിമ രംഗം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു പറയാനാകില്ല എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ നമ്മളോട് നേരത്തെ വെളിപ്പെടുത്തിയത്. ഈ സംഭവം ഉണ്ടാകുന്നത് 10-15 വർഷങ്ങൾക്ക് മുൻപാണ് എന്നും ഇവർ പറയുന്നുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി വിഷയമോ ചർച്ചകളോ ഒക്കെ നടക്കുന്നതിനൊക്കെ മുൻപേ ഉണ്ടായ ഒരു അതിക്രമത്തെക്കുറിച്ചാണ് ഇവർ പുറത്തു പറയുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ നടിയുടെ അമ്മ വീട്ടിൽ അവർ മാത്രമുള്ളപ്പോൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരോട് മോശം രീതിയിൽ പെരുമാറുകയും അവർ ഈ മുകേഷിനെ ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് സന്ധ്യ ആരോപിക്കുന്നത്. ഈ നടി ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമോ അതല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വരുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇവർ ഒരുപാട് നാളുകളായി സിനിമാ രംഗത്ത് ഈ വിഷയം ഉണ്ടായ ശേഷം വിട്ടുനിൽക്കുകയാണ്. മറ്റാരുമായും വേറെ അടുപ്പങ്ങളൊന്നും സൂക്ഷിക്കാതെ വിട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിലൊരു പരാതിയുമായി ഇവർ മുന്നോട്ട് പോകുമോ അതല്ലെങ്കിൽ ഇതിൽ കേസന്വേഷണം ഉണ്ടാകുമോ എന്നൊന്നും വ്യക്തമല്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാസ്റ്റിംഗ് ഡയറക്ടറിന് ശേഷം രണ്ടാമതുണ്ടായിരിക്കുന്ന ഒരു ആരോപണമാണ് മുകേഷ് MLA-ക്കെതിരെ. അത് MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഇത്തരം ഗൗരവമായ 2 ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പരാതി പ്രധാനപ്പെട്ട കാര്യമാണ്. ടെസ് ജോസഫിന്റെ ആദ്യത്തെ ആരോപണം,
ഈ റിയാലിറ്റി ഷോയുടെ ചിത്രീകരണത്തിനിടയിൽ മുറി തൻ്റെ ഭാഗത്തേക്കാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി, ഭയന്ന് പിന്നീട് അവിടെ നിന്നും സ്ഥലത്ത് നിന്നും പോകേണ്ടി വരുന്ന സാഹചര്യം, അത് ടെസ് ജോസഫ് പറയുന്നു. രണ്ടാമത്തെ ആരോപണം മിനു മുനീർ നടത്തിയ ആരോപണമാണ്. മിനു മുനീർ വളരെ ഗുരുതരമായ ആരോപണമാണ് നടത്തിയത്. അല്പസമയത്തിനുള്ളിൽ മിനു മുനീർ മുകേഷ് എംഎൽഎക്കെതിരെ കേസ് കൊടുക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ പറഞ്ഞതാണ്. അത് നടിയുടെ അമ്മയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ 3 ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ സൈഫുനിസ? തീർച്ചയായും 3 ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മിനു മുനീർ പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മുകേഷ് തന്നോട് പറഞ്ഞു. ഈ AMMA എന്ന സംഘടനയിൽ അംഗത്വം എടുക്കുന്നത് മുതൽ നല്ലൊരു ചാൻസ് ലഭിക്കുന്നത് വരെ താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും സംഭവിക്കില്ല, തൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നതെന്നാണ്. അതായത് താൻ തന്നെ ഒരു പവർ ഗ്രൂപ്പിന്റെ അംഗമാണ് എന്ന് മുകേഷിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ മുകേഷ് പറയുന്നതെല്ലാം ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ്. എന്തായാലും മിനു മുനീർ ഇന്ന് പരാതി നൽകുകയാണ്. ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘം അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇമെയിൽ മുഖേന പരാതി നൽകും. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ ഗൗരവമായൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ആരോപണങ്ങളെല്ലാം മാറുകയാണ്. അതിൽ കൂടുതൽ തെളിവുകളെല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ഈ ആരോപണം ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് മുകേഷിന്റെ മാത്രം ചുമതലയായി മാറുകയാണ്. എന്തായാലും ഇത്തരം ആരോപണങ്ങളെ ഏത് രീതിയിലാകും സർക്കാർ പ്രതിരോധിക്കുക